മനുഷ്യ ശരീരം അത്രമേൽ സങ്കീർണമാണ്. ജീവനും ഊർജവും നിറഞ്ഞ അനന്തതയുടെ സംഗീതം. ആ ശരീരത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവൻ പുനരാവൃത്തിയാവുന്നു. പക്ഷേ നമ്മുടെ ശീലങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആഹാരം വിഷമാകുന്നു, വായു മലിനമാകുന്നു, ചിന്തകൾ വിഷമയമാണ്. ഇവയൊക്കെ ചേർന്നപ്പോൾ നമ്മുടെ ശരീരം നിശ്ചലമാകുന്നു. തുടക്കം കുറിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് വൃക്ക, കരൾ, ഹോർമോൺ, ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് എത്തുന്നു. അത് തടയാൻ കഴിയും, വളരെ പതിയെ. പാരമ്പര്യത്തെ നോക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ട്, അതെ, കായകൽപ്പം എന്ന ശരീരത്തിന്റെ പുനർജനന ശാസ്ത്രം. എന്താണ് കായകൽപ്പം? കായം എന്നാൽ ശരീരം, കൽപ്പം എന്നാൽ പുതുക്കൽ, പുതിയൊരു ആവിഷ്കാരം. കായകൽപ്പം എന്ന് പറഞ്ഞാൽ ശരീരത്തെ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് പുനർനിർമ്മിക്കുക എന്നതാണ്. മരുന്നുകൊണ്ട് മാത്രമല്ല, ആഹാരമാകട്ടെ, വ്യായാമം, ശ്വാസം, ധ്യാനം, ഉറക്കം, അത് എല്ലാ തലങ്ങളിലും ശരീരത്തിനെ, മനസ്സിനെ, ആത്മാവിനെ സംവേദമായ മാറ്റത്തിന് വിധേയമാക്കുന്നു. ഇത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. വിഷാംശം പുറത്താക്കുക, കോശങ്ങൾ പുതുക്കുക, മനസ്സിനെ ശാന്തമാക്കുക, ആത്മീയതയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം, ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. എങ്ങനെയാണ് ഈ ചികിത്സ നടക്കുന്നത് നോക്കാം. കായകൽപ്പം ഒരു ഘട്ടത്തിലല്ല നടക്കുന്നത്. ചതുഷ്ടയം പോലെ ഘട്ടം ഘട്ടമായാണ്. ഒരു ശരാശരി ചികിത്സയ്ക്ക് വേണ്ട സമയം 30 മുതൽ 90 ദിവസം വരെയാണ്. വളരെയധികം നിയന്ത്രണങ്ങളോടും മറ്റുമായാണ് ചികിത്സ ആരംഭം. അത് ഏതൊക്കെയെന്നറിയാം. ഒന്നാമതായി ആഹാര നിയന്ത്രണം. ആദ്യഘട്ടം ശരീരത്തിൽ വീണ്ടും പാകം ചെയ്യപ്പെടുന്ന വിഭവങ്ങളിലൂടെ വിഷാംശങ്ങൾ നീക്കുന്നു. പിന്നീട് സാത്വിക ആഹാരം, കിഴങ്ങുകൾ, ഹെർബൽ കഷായങ്ങൾ, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയ ഔഷധങ്ങൾ ചേർന്ന ഭക്ഷണം. രണ്ടാമതായി പഞ്ചകർമ്മം. ശരീരത്തിലെ ആഴത്തിലുള്ള നാഡീമണ്ഡലങ്ങൾ, രക്തചംക്രമണം, ആന്തരിക അവയവങ്ങൾ എല്ലാം ക്ലീൻസ് ചെയ്യാൻ 5000 വർഷം പഴക്കമുള്ള സംവിധാനം. അതിൽ പ്രധാനപ്പെട്ടതാണ് വാമനം. ഛർദി വഴി വിഷം നീക്കം ചെയ്യൽ. പിന്നീട് വിരചനം, ബസ്തി, നാസ്യം, രക്തമോഷം, ഇങ്ങനെ പോകുന്നു. പിന്നീട് ഉള്ളതാണ് അനുകൂല അന്തരീക്ഷം. കായകൽപ്പ ചികിത്സയ്ക്ക് താപസ്യാത്മക അന്തരീക്ഷം എന്നാണ് പറയുക. ചികിത്സാവിധികളിൽ ചിലത് താപസ്യം പോലെയാണ്. 90 ദിവസത്തോളം ഒരാളെ ശബ്ദമില്ല, വെളിച്ചമില്ല, ആശയവിനിമയമില്ലാതെ ഒരു മുറിയിൽ വയ്ക്കുന്നു. അവിടെ പ്രകൃതിയോട് ചേർന്നുണ്ടാകുന്ന ശാന്തത ശരീരത്തിൽ തന്നെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നു. പഠിച്ചിരുന്നതെല്ലാം മറക്കാൻ പറ്റിയ സ്ഥലം. ഇത് ഒരു അശുദ്ധമായ ആയുർവേദ മാർഗം മാത്രമല്ല, ആധുനിക ശാസ്ത്രവും ഇതിനെ പിന്തുണയ്ക്കുന്നു. കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് കോശങ്ങളുടെ നാശത്തിന് പ്രധാന കാരണം. കൂടാതെ ക്യാൻസർ, ഹൃദയാഘാതം തുടങ്ങിയവയിലേക്ക് വഴിവെക്കുന്നത് ഹോർമോണൽ ഇംബാലൻസ്, അസുഖങ്ങൾക്കും മാനസിക ക്ഷീണങ്ങൾക്കും വാതിൽ തുറക്കുന്നവയാണ്. ടോക്സിൻ ബിൽഡപ്പ് പ്രധാന അവയവങ്ങളെ മരവിപ്പിക്കുന്നു. കായകൽപ്പം ഈ നിലകളെല്ലാം തന്നെ ശുദ്ധമാക്കുന്നു. ശരീരത്തെ റിപ്പയർ മോഡിലേക്ക് കൊണ്ടുപോകുന്നു. ഉൾക്കാഴ്ചയും അനുഭവബോധവുമാണ് അതിന്റെ റിസൾട്ട്. ഇത് ഒരാളുടെയോ ഒരു വയസ്സിന്റെയോ ലൈംഗികതയുടെയോ പരിധി ഉള്ളതല്ല. കായകൽപ്പം എന്നത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ശരീരത്തെ ശുദ്ധീകരിക്കാനും പുനർജീവിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണിത്. ഇതിൽ പ്രത്യേക ഭക്ഷണക്രമവും യോഗയും ധ്യാനവും ഔഷധങ്ങൾ എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നു. കായകൽപ്പം എന്നാൽ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുക അല്ലെങ്കിൽ പുനർജീവിപ്പിക്കുക എന്ന് അർത്ഥമാക്കുന്നു. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കായകൽപ്പം എന്നത് ശരീരത്തെ ശുദ്ധീകരിക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്ത ഒരു ചികിത്സാ രീതിയായി വിവരിക്കുന്നു. ശരീരത്തിലെ വിഷാംശം ഇല്ലാതാകുകയും കോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ചില കായകൽപ്പ ചികിത്സാ രീതികൾ ഒരാൾ 90 ദിവസം വരെ ഒരു ഇരുണ്ട മുറിയിൽ ചിലവഴിക്കുന്നു. അവിടെ ഔഷധങ്ങൾ, എണ്ണകൾ, മസാജുകൾ എന്നിവ ഉപയോഗിച്ച് ശരീരം ശുദ്ധീകരിക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു. കായകൽപ്പം ചികിത്സയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുക, കോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, ശരീരത്തെ പുനർജീവിപ്പിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, വാർദ്ധക്യത്തെ തടയുക എന്നതാണ്. ഇത് ഒരു റിസോർട്ടല്ല, ഒരു വെല്ലുവിളിയാണ് കായകൽപ്പം. പക്ഷെ അതിന്റെ ഫലങ്ങൾ ജീവിതം തന്നെ മറ്റൊരു തലത്തിലേക്കുള്ള പ്രവേശനം തന്നെയാണ്. കായകൽപ്പം ഒരു മരുന്നല്ല, ഒരു വഴിയാണത്. മനസ്സിന്റെ ആഴത്തിൽ ഒതുങ്ങിയ ശുദ്ധതയിലേക്കുള്ള തിരിച്ചു പോകുന്നുള്ള ഒരു വഴി. നാം ജീവിതത്തിൽ നിന്ന് നമ്മെ നഷ്ടപ്പെട്ടിട്ട് നാളുകളായി. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം മടങ്ങിപ്പോയിട്ട് നാളുകളായി. ഇതെല്ലാം തിരികെ വരുവാൻ, പുനർസജ്ജമാകുവാൻ നമുക്ക് കഴിയില്ലേ? ഇത് ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കൽ പരീക്ഷിക്കേണ്ടതായ ഒരു അനുഭവമാണ്.
മനസ്സിന്റെ തണലിലും എല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ജനനം ലഭിക്കും. ഇതൊരു ചികിത്സയല്ല, ഒരു സംസ്കാരം. ഇതൊരു മരുന്നല്ല, ഒരു യാത്രയാണ്. ഇത് ഒരു ഉൽപ്പന്നമല്ല, ഒരു ആത്മബോധമാണ്. ഇങ്ങനെയൊരു പാരമ്പര്യ ശാസ്ത്രം നമ്മൾ പലരും അറിയാതെ പോകുന്നത് നമ്മുടെ ബലഹീനതയാണ്. ഇത് അറിയുക, സ്വീകരിക്കുക, അനുഭവിക്കുക. നിങ്ങളുടെ ജീവിതം തന്നെ അതിലൂടെ പുതു മനസ്സിലൂടെ ഉയരും. ഇതുപോലുള്ള ഡോക്യുമെന്ററികളായി വീണ്ടും കാണും.